റിനൈ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യയിൽ ഏതൊരു ഇലക്ഷൻ നടക്കുമ്പോഴും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഉയർന്നു വരുന്നൊരു വിവാദമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള വിവാദം. എന്താണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നം? ബാലറ്റ് പേപ്പറിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ് എന്ന ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാലറ്റ് പേപ്പറാണ് നമ്മൾ ഏതാനും പതിറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സിസ്റ്റം, വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് രീതി. ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ബാലറ്റ് അഥവാ BALLOT, ബോൾ OT എന്നാണ്. അപ്പോൾ ബാലറ്റ് എന്നാണ് അതിൻ്റെ പേര്. ബോൾ എന്ന് അതിലുള്ളത് കൊണ്ട് തന്നെ ബോൾ ഉപയോഗിച്ച് ചെയ്തിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ നിന്നാണ് ശരിക്കും ബാലറ്റ് തിരഞ്ഞെടുപ്പ് രീതി വരുന്നത്. അഥവാ പണ്ട് കാലത്ത് ഈ രണ്ടഭിപ്രായങ്ങൾ വരുന്ന ഒരു കമ്മിറ്റിയിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വളരെ സീക്രട്ടായിട്ട് രഹസ്യമായി എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു വോട്ടിംഗ് രീതിയായിട്ട് ഉപയോഗിച്ചിരുന്ന രീതിയായിരുന്നു ചെറിയ ബോളുകൾ, നമ്മൾ ഗോലി പോലെയുള്ള കറുപ്പും വെളുപ്പുമായ ചെറിയ ഗോലികൾ ഉപയോഗിച്ചിട്ട് ബോളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്ന ഒരു വോട്ടിംഗ് രീതി. ഒരു പെട്ടിയിൽ പിന്നെ ആ വോട്ട് ചെയ്യേണ്ട ആളുകൾക്കെല്ലാം പിന്നെ അവിടെ കുറേ ബോളുകൾ, കറുപ്പും വെളുപ്പുമായ ബോളുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഒന്ന് യെസ്സും ഒന്ന് നോയുമാണ് കറുപ്പിനെയും വെളുപ്പിനെയും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പെട്ടിയിലേക്ക് ഓരോരുത്തർ വന്നിട്ട് അവർ എസ് ആണ് നോ ആണെന്ന് വെച്ചാൽ അതിൽ ഏതോ കറുപ്പോ വെളുപ്പോ ബോൾ എടുക്കും. എന്നിട്ട് ആ ഇതിലേക്ക് ഇടും. ആ ഇടുന്നത് ആരും കാണൂല, പക്ഷേ ആ സൗണ്ട് കേൾക്കുമ്പോൾ ബോൾ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. അവിടെ ഒരു ഒബ്സർവർ ഉണ്ടാവും. അപ്പോൾ ഇയാൾ വോട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതാണ് ഇയാൾ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പെട്ടി തുറന്നു നോക്കിയാൽ എത്ര കറുപ്പുണ്ട് എത്ര വെളുപ്പുണ്ടെന്ന് മനസ്സിലാവും. ഇതാണ് ബോൾ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് രീതി. ഇതിൽ നിന്നാണ് ബാലറ്റ്, അതായത് ഒരു സീക്രട്ടായിട്ട് ഒരാൾക്ക് രഹസ്യമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമാണ്. അത് പിന്നീട് പേപ്പറിലേക്ക് മാറിയപ്പോൾ ആ പേര് അതുപോലെ നിലനിർത്തി എന്നുള്ളതാണ്. അത് ബാലറ്റ് പേപ്പർ എന്ന രൂപത്തിലേക്കായി. അപ്പോൾ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് രീതി പണ്ട് കാലം തൊട്ടേ പലയിടത്തും നടന്നു വരുന്നുണ്ട്. 1858 19ാം നൂറ്റാണ്ടിൽ 1858 ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ട് സർക്കാർ തന്നെ വോട്ടിങ്ങിന് വേണ്ടി പേപ്പർ കൊടുക്കുന്ന രീതി നിലവിൽ വന്നത്. അതുവരെ ഉണ്ടായിരുന്ന രീതി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തി വീട്ടിൽ നിന്ന് തന്നെ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്തി ചെയ്യുന്ന രീതിയായിരുന്നു. ബാലറ്റ് പേപ്പർ രീതി അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ തങ്ങളുടെ അനുയായികൾക്ക് ജനങ്ങൾക്ക് പേപ്പർ കൊടുക്കും. ആ പേപ്പർ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിരുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ആദ്യമായി പരീക്ഷിച്ച രീതിയായിരുന്നു സർക്കാർ തന്നെ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് ആ പേപ്പറിൽ എല്ലാവരും വോട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചപ്പോൾ വളരെ സക്സസ് ആയി. ലോകത്തെല്ലായിടത്തും ഇത് വ്യാപിച്ചു, ഇത് അറിയാനിടയായി. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇത് വ്യാപിച്ചു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമേരിക്കയിലെ ഇലക്ഷനിലെല്ലാം ഇത് ഉപയോഗിച്ചു. വളരെ സക്സസ്ഫുള്ളായി നടന്നു പോകുന്നു. പിന്നീടൊരു നൂറ്റാണ്ടോളം കാലം ഈ രീതിയാണ് ലോകത്തെല്ലായിടത്തും തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചത്. ബാലറ്റ് പേപ്പർ സർക്കാർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ പൗരനും വോട്ട് ചെയ്ത് നിക്ഷേപിക്കുന്ന രീതി. ഇത് വളരെ സുതാര്യമായിരുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ എളുപ്പമുള്ള സിമ്പിളായ ഒരു രീതിയായിരുന്നു. ഇത് ഒരു നൂറ്റാണ്ടിന് ശേഷം ഏകദേശം 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെത്തിയപ്പോഴാണ് ഇലക്ട്രോണിക് ലെവലിലേക്ക് ഇതിനെ മാറ്റുന്ന രീതി ലോകത്ത് പലയിടത്തും കണ്ടുവന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ലെവലിലേക്ക് മാറിയപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM എന്ന രൂപത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ 21ാം നൂറ്റാണ്ട് തുടക്കത്തിൽ കണ്ടുവന്ന പുതിയൊരു വോട്ടിംഗ് രീതിയാണ് iVote എന്നുള്ള രീതി, ഇൻ്റർനെറ്റ് വോട്ടിംഗ് എന്നുള്ള രീതി, ഇൻ്റർനെറ്റിലൂടെ വോട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം. ഈ രണ്ട് സംവിധാനം ബാലറ്റ് പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിലവിലുള്ളതാണ്. അതിലേറ്റവും എതിർപ്പുകൾ നേരിടേണ്ടി വന്ന വിവാദമായിട്ടുള്ള ഒന്നാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഒരുപാട് രാജ്യങ്ങൾ അത് പൈലറ്റ് സ്റ്റഡി നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, ഒരുപാട് സമയങ്ങളിൽ ഇലക്ഷനുകളിൽ ഉപയോഗിച്ച് പിന്നീട് ഒഴിവാക്കി. ചില രാജ്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് രാജ്യങ്ങൾ ഇത് ഒഴിവാക്കുന്നു നോക്കിയാൽ തന്നെ ഏകദേശം അതിൻ്റെ രൂപം നമുക്ക് കിട്ടും. ഇപ്പോൾ ജർമ്മനിയിൽ 2009 ഇത് പരീക്ഷിക്കുകയും എന്നാൽ
ഇതിൽ ക്രമക്കേടുകളുണ്ട്, അതല്ലെങ്കിൽ പിന്നെ എതിർപ്പുകൾ വന്നപ്പോൾ ജർമ്മനിയിലെ പരമോന്നത കോടതി വിധിച്ചത് ഇതിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തത് കൊണ്ട്, സുതാര്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ, സുതാര്യത എന്നത് പൗരൻ്റെ ഒരു അവകാശമായതുകൊണ്ടും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഇനി മുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം വേണ്ട എന്നുമാണ് ജർമ്മനിയിൽ തീരുമാനിച്ചത്. ഫിൻലാൻഡിൽ ലോകത്തിൽ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഫിൻലാൻഡ്, വളരെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഫിൻലാൻഡിൽ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം, വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 രാജ്യമാണ് ഫിൻലൻഡ്. ആ ഫിൻലൻഡിൽ ഇത് പരീക്ഷിക്കുകയും അവരത് ഒഴിവാക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിൻലാൻഡിലടക്കം ബാലറ്റ് പേപ്പറിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2017 അവർ ഇൻ്റർനെറ്റ് വോട്ടിംഗ് സിസ്റ്റം പരീക്ഷിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. അത് പക്ഷേ അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയടക്കം ഉള്ള രാജ്യങ്ങൾ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡിൽ അവിടുത്തെ പ്രവാസികൾ, സ്വിറ്റ്സർലാൻഡിലെ പ്രവാസികളായ ആളുകൾക്ക് ഇൻ്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം വളരെ സക്സസ്ഫുള്ളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ വർഷവും പ്രവാസികളുടെ വോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ചർച്ചകൾ നടക്കുന്ന എന്നുള്ളത് ഒരു പരിഹാരം കാണാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ സ്വിറ്റ്സർലൻഡെല്ലാം ഇൻ്റർനെറ്റ് വോട്ടിങ് പ്രവാസികൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം, അമേരിക്ക ആകട്ടെ, കാനഡ ആകട്ടെ, ഫിൻലൻഡ് ആകട്ടെ, ഇംഗ്ലണ്ട് ആകട്ടെ, ഇവരെല്ലാം EVM ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ക്രമക്കേടുകൾ, അതിൽ എതിർപ്പുകൾ വന്നതിന് മൂലം, അതിൽ സുതാര്യത ഇല്ലാത്തത് മൂലം അതിനെ ഒഴിവാക്കുകയും അത് ബാൻ ചെയ്യുകയും രാജ്യത്ത് തന്നെ നിരോധിക്കുകയും ചെയ്യുകയും, അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾ എല്ലാം അതിലേക്ക് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യ എപ്പോഴും പുരോഗതി ആയിരിക്കണം എന്നില്ല എന്നൊരു പാഠം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയിൽ വളരെ മുമ്പിലാണെന്ന് വിചാരിക്കുന്ന അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചതിന് ശേഷം ശരിയല്ല എന്ന് പറഞ്ഞ് നിരോധിക്കുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം അതിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു ഒരു രീതിയാണ് നമ്മൾ പൊതുവേ ലോകത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. ഇനി ഇന്ത്യയിൽ നോക്കുമ്പോൾ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂർ മണ്ഡലത്തിലാണ്, അസംബ്ലി മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത്. അവിടെ ബൈ ഇലക്ഷൻ നടന്നു 1982 ബൈ ഇലക്ഷൻ സമയത്ത് അന്ന് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരുന്ന AC ജോസും CPIയുടെ ശിവപിള്ള എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായ AC ജോസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനത്തിലൂടെ നടത്തിയ ആദ്യത്തെ ടെസ്റ്റായിരുന്നു ഇന്ത്യയിൽ. അതിൽ തോൽക്കുകയും പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ആ ഇലക്ഷൻ റദ്ദാക്കുകയും റീപോളിങ്ങിന് വേണ്ടിയിട്ട് ഉത്തരവിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ ഒരു പൈലറ്റ് തന്നെ ഇന്ത്യയിൽ പരാജയമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് ഇന്ത്യയിൽ നിയമസഭ, ലോക്സഭ തൊട്ട് മുഴുവൻ മണ്ഡലങ്ങളിലും ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വേറിട്ടൊരു രീതി ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ലോക മഹാരാജ്യങ്ങളായ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ട് എതിർപ്പുകൾ വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ കോടതികൾ മുൻകൈയെടുത്ത് ആ എതിർപ്പുകളെ മാനിച്ച് അതിനെ നിരോധിക്കുന്ന സംവിധാനം വന്നപ്പോൾ ഇന്ത്യ ചെയ്തത്, ഇന്ത്യയിലെ എതിർപ്പുകൾ ഒരുപാട് വന്ന സാഹചര്യത്തിൽ ഇന്ത്യ VVPAT എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിങ്ങൾ ഒരു പൗരൻ വോട്ട് രേഖപ്പെടുത്തിയാൽ ആ രേഖപ്പെടുത്തിയ വോട്ട് ഞാൻ ഉദ്ദേശിച്ച കാൻഡിഡേറ്റിന് തന്നെയാണോ പോയത് എന്ന് തെളിയിക്കുന്ന ഒരു സാധനം VVPAT, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPAT എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ നമ്മൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാർട്ടി, ആ പാർട്ടിയുടെ ചിഹ്നം, സ്ഥാനാർത്ഥിയുടെ പേര്, അതിൻ്റെ ആ ഇതിലുള്ള നമ്പർ നമുക്കൊരു ചെറിയൊരു സ്ലിപ്പിൽ പ്രിൻ്റായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുന്നൊരു സംവിധാനമാണ്.
ഒരു പ്രിൻ്റ് വന്നിട്ട് അതിങ്ങനെ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നും കൂടിയും നമുക്ക് ഉറപ്പിക്കാം ഞാൻ ചെയ്ത വോട്ട് ശരിയാണ് എന്നതിന് VVPAT എന്നൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത്. അതായത് സാധാരണ രാജ്യങ്ങൾ ക്രമക്കേട് കണ്ട് അതിനെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യ ആ ക്രമക്കേടിനെ വീണ്ടും ശരിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു സംവിധാനം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും വന്ന സംഗതികളെല്ലാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വന്ന എതിർപ്പുകൾ എല്ലാം നോക്കുമ്പോൾ ഒരുപാട് എൻജിനീയേഴ്സും അതേപോലെ തന്നെ IAS ഓഫീസേഴ്സും പൊളിറ്റീഷ്യൻസും എല്ലാം ഇതിൻ്റെ ക്രമക്കേടുകളുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ശരിക്ക് EVM എന്ന് പറയുമ്പോൾ ഇതിൽ VVPAT അടക്കം 3 യൂണിറ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്, VVPAT, ഒരു കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റിലാണ് ഇതെല്ലാം സേവ് ആവുക. അപ്പോൾ ഇത് ഇന്ത്യയിൽ അത് സെറ്റ് ചെയ്യുന്ന രീതി തന്നെ ഒരു ഭാഗത്ത് വോട്ടിംഗ് മെഷീന്, സെൻട്രലിൽ VVPAT, പിന്നെ മറ്റേ ഭാഗത്ത് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി VVPATൽ അതിൻ്റെ സ്ലിപ്പ് കാണും. പിന്നീടാണ് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിലാണ് ശരിക്കും ഇതിനെ ഹാക്ക് ചെയ്യുന്നതും അതിൻ്റെ മാൾവെയറുകൾ കയറ്റിയിട്ട് അതിനെ ക്രമക്കേട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ശരിയാകണമെന്നില്ല. ഇവിടുന്ന് പിന്നെ കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുമ്പോഴാണ് അത് ചിലപ്പോൾ അതിൽ ക്രമക്കേടുകൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുതാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഒരുപാട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതല്ല, ചിലപ്പോൾ ഇന്ത്യ അതിനെ പരിഹരിക്കാൻ മറ്റൊരു മെഷീനും കൂടിയും കൊണ്ടുവരികയാണോ അതോ ഇതിനെ നിരോധിക്കുകയാണോ എന്നുള്ളത് ഇനിയുള്ള കാലത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിന് രണ്ടിനും നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുക എന്താണെന്ന് വെച്ചാൽ, ഒന്ന് EVM എന്നുള്ളത് ട്രാൻസ്പെറൻ്റ് അല്ല, അതേസമയം ബാലറ്റ് പേപ്പർ വളരെ സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് പോലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ, വോട്ടിംഗ് സിസ്റ്റത്തെ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പോകുന്നു, ആ പേപ്പറിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നു, മടക്കുന്നു, ബാലറ്റ് പെട്ടിയിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അതേസമയം EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്, കോഡിംഗ് ആണ്. ഒരു സാധാരണക്കാരന് ഒരിക്കലും അതിലെന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല ബാലറ്റ് പേപ്പർ ഏതൊരു പൗരനും ഏതൊരു സാധാരണക്കാരനും അതിലെന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതേസമയം EVMൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സ്, എൻജിനീയേഴ്സ് വന്നിട്ട് നോക്കിയാൽ അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, സാധാരണക്കാരന് മനസ്സിലാകില്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ പറയുന്ന മറ്റൊന്ന് ഇതിന് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ബാലറ്റ് പേപ്പർ ആയാലും ഒരുപാട് സമയമെടുക്കുന്നു റിസൾട്ടിന് എന്നുള്ളതാണ് ഒരു പ്രശ്നം. EVM ആകുമ്പോൾ വളരെ വളരെ മണിക്കൂറുകൾ കൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഒരു പോസിറ്റീവാണ് EVMന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം നോക്കുമ്പോൾ EVM വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ടെങ്കിലും അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും മെഷീനറീസ് നിർമ്മിച്ച് അതിൽ പ്രോഗ്രാമിംഗ് ചെയ്ത് വരാനുള്ള ഒരു സമയം, അത് ചെക്ക് ചെയ്യണം, നിരന്തരം ഒരുപാട് ചെക്കിങ് ട്രയലൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ സമയം എടുക്കുന്നുണ്ട്. അതേസമയം ബാലറ്റ് പേപ്പർ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് സമയമെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ EVM ആണെങ്കിൽ വോട്ടിങ്ങിന് മുമ്പാണ് സമയമെടുക്കുന്നത്, ബാലറ്റ് പേപ്പർ ആണെങ്കിൽ വോട്ടിങ്ങിന് ശേഷമാണ് സമയമെടുക്കുന്നത് എന്നൊരു മാറ്റമാണ് അവിടെ ഉള്ളത്. മറ്റൊന്ന് വേസ്റ്റേജ് കൂട്ടുന്നു, എക്കോ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് ബാലറ്റ് പേപ്പറിനെ കുറിച്ച് അതിൽ നിന്ന് മാറാനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്. അഥവാ ഒരുപാട് പേപ്പർ വേസ്റ്റുകൾ വരുന്നു, പേപ്പർ പ്രിൻ്റുകൾ വരുന്നു, അത് എൻവയോൺമെൻറ്റിന് നല്ലതല്ല എന്നുള്ളൊരു ഇത്. പക്ഷേ അതേസമയം EVM നോക്കുകയാണെങ്കിൽ EVM ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു മറുവശം അതിൻ്റെ അപ്പുറത്തുണ്ട്. ഈ വേസ്റ്റുകൾ കൂട്ടുന്നുണ്ട് EVM. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് നോക്കുമ്പോഴും എക്സ്പെൻസ് കുറക്കുന്നു EVM എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. കാരണം പേപ്പറുകളുടെ പ്രിൻറ്റിങ് കുറയുന്നു എന്ന് വന്നാൽ തന്നെയും ഇത്രയും ഇലക്ട്രോണിക് ഡിവൈസുകൾ നിർമ്മിക്കാനും അതിൻ്റെ മെയിൻ്റനൻസിനുമൊക്കെ ഒരുപാട് പണം ചെലവഴിക്കേണ്ടിപ്പെടുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവും. ഒരുപാട് മില്യൺ കണക്കിന് എമൗണ്ടാണ് ഇലക്ട്രോണിക് മെഷീന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. അതേസമയം ഈ പേപ്പർ വേസ്റ്റുകൾ ഇവിടെ കൂടുമ്പോഴും ഇലക്ട്രോണിക് വേസ്റ്റുകൾ EVMലും കൂടുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബാലറ്റ് പേപ്പർ ഒരു നിലക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. മറ്റൊരാൾക്കും പുറത്തു നിന്ന് പിന്നെ വന്നിട്ട് ഒരു അതിഭയങ്കരമായ ഭീകരമായ ക്രമക്കേടുകൾ കടത്തി വിട്ടുകൊണ്ട് വോട്ടിംഗ് റിസൾട്ടിനെ അട്ടിമറിക്കാനൊന്നും സാധ്യമല്ലാത്ത രൂപമാണ് ബാലറ്റ് പേപ്പർ എന്നുള്ളത്. അഥവാ അതിലൊരു ഹാക്കിങ്ങോ അതിലേക്കൊരു മാൾവെയർ കടത്തി വിട്ടിട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ സൃഷ്ടിക്കാനൊക്കെ ഇല്ല. എന്നാൽ EVM അങ്ങനെയല്ല. വിദൂരതയിൽ നിന്നും അല്ലാതെയും എല്ലാം അതിൽ ക്രമക്കേടുകൾ നടത്താൻ കഴിയുമെന്ന് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ കൂടിയും ഇന്ത്യയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഇന്ത്യ എന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ EVMനെതിരെ എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേസുകൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ EVMൽ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതായിട്ട് ഇല്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിരോധനം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രശ്നം ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത തന്നെയാണ്. ഒരു പൗരന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങളും സംശയത്തിലാണ് EVMൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെങ്കിലും ഏതെങ്കിലും പൗരൻ അതിൽ സംശയാലുവാണെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം അതിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. വേറൊരു സിസ്റ്റം ഇല്ല എന്നാണെങ്കിൽ തിരക്കേടില്ല. പക്ഷേ നമുക്ക് മുമ്പിൽ ബാലറ്റ് പേപ്പർ എന്നൊരു സിസ്റ്റം ഉണ്ടായിരിക്കെ തന്നെ ജനങ്ങളെല്ലാം പൗരന്മാരെല്ലാം വോട്ട് ചെയ്യുന്നതിൽ സംശയിക്കുന്ന ഒരു സിസ്റ്റത്തെ വീണ്ടും നിലനിർത്തുന്നതിൽ പിന്നെ നമുക്കെല്ലാം ആശങ്കയാണ് രേഖപ്പെടുത്താനുള്ളത് എന്നാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുകയാണ്, ഇനിയും ഇലക്ഷനുകൾ വരാനിരിക്കുകയാണ്. നമ്മൾ പൗരന്മാർ വോട്ട് ചെയ്യുന്നത് അതിലൊരു സുതാര്യതയും വിശ്വാസ്യതയും നമുക്ക് കൈവരണം. അത്തരത്തിലൊരു നല്ല തീരുമാനത്തിലേക്ക് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.